ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. കളങ്കാവൽ കളങ്കാവൽ മൂവിയുടെ വിശേഷമാണ്. നമ്മുടെ മമ്മൂട്ടി നായകനും നമ്മുടെ വിനായകൻ നായകനും നമ്മുടെ മമ്മൂട്ടി വില്ലനുമായ സിനിമയാണ് കളങ്കാവൽ. ഈ കളങ്കാവൽ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ തുടങ്ങി ഒരു സ്ലോ ഇതിലാണ് സിനിമ പോകുന്നത്. ആദ്യത്തെ 10ാമത്തെ മിനിറ്റ് ആകുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു, 10ാമത്തെ മിനിറ്റ് ആകുമ്പോൾ സിനിമ വേറെ രീതിയിലോട്ട് പോകാനും വേറെ ലെവലിലോട്ട് പോകാനും ഒരു കൊടൂര വില്ലൻ അവതരിക്കുന്ന സമയമാണ് ഈ 10ാമത്തെ മിനിറ്റ്. അത് കഴിഞ്ഞാൽ ആ വില്ലന്റെ ആറാട്ട് അർമാദിക്കലും എല്ലാം ഈ സിനിമയിലുണ്ട്. തീരുന്നത് വരെ ഒരു 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 വില്ലൻ, ഒരു കൊടൂരം എന്നൊക്കെ പറഞ്ഞ ആ വാക്ക് ഞാൻ ഇതാക്കുന്നില്ല. ഒരു വില്ലന്റെ ഏറ്റവും പീക്ക് ലെവലിലോട്ട് വരെ ആ കഥാപാത്രത്തെ പുള്ളി കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു നല്ല അഭിനയ പ്രാധാന്യമുള്ള വില്ലൻ കഥാപാത്രമാണ്. അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിനെ പോലെ അല്ലാണ്ട് വേറെ ഒരാളെ കൊണ്ട് പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തിനെ ഒരു സാധാരണ ഒരു പുതുമുഖ വില്ലനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വില്ലൻ കഥാപാത്രങ്ങൾ ഇതിനു മുമ്പ് ചെയ്തവരെ കൊണ്ട് ചെയ്യിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അത്. കാരണം ഇത് അത്രയ്ക്കും അല്ല, അഭിനയിക്കാൻ നല്ലപോലെയുള്ള നമുക്ക് മമ്മൂട്ടി ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി ചെയ്യുമ്പോൾ നമുക്കതൊരു അത്ര ഫീൽ ആയിട്ട് തോന്നില്ലെങ്കിലും ഈ കഥാപാത്രത്തിന്റെ ലെവൽ അങ്ങനെയാണ്, അവരത് ആക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിനകത്ത് കഥാപാത്രത്തിന്റെ പ്രത്യേകം കൊടൂരമായിട്ടുള്ള ചിരിയുണ്ട്, പിന്നെ കണ്ണുകളിലും കൊണ്ട് അഭിനയിക്കാനുണ്ട്, മുഖം കൊണ്ട്, ചുണ്ടുകൊണ്ട്, ശരീരം കൊണ്ട്, എല്ലാം കൊണ്ടും അഭിനയിക്കാനുള്ള നല്ല പോലെ ചെയ്യാനുള്ള ഒരു കഥാപാത്രത്തെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ സംവിധായകന് ഭയങ്കര ഒരു കയ്യടി കൊടുക്കുന്നു. കാരണം വെച്ചാൽ കയ്യടി എന്നല്ല, അദ്ദേഹത്തിന്റെ ബുദ്ധിയാണോ അദ്ദേഹം എങ്ങനെ ഈ കഥയുമായിട്ട് മമ്മൂട്ടിയുടെ അടുത്ത് എത്തിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം മമ്മൂട്ടിനോട് നേരെ ചെന്നിട്ട് സാർ മമ്മൂട്ടി താങ്കൾക്ക് പറ്റിയ ഒരു കഥയുണ്ട്, ഒരു വില്ലനാണ്, പക്കാ വില്ലനാണ്, ചെയ്യാമോന്നൊന്നും ചോദിച്ചിട്ടായിരിക്കല്ല. ചിലപ്പം നായകൻ കഥാപാത്രമായിട്ട് തന്നെയായിരിക്കും ചെന്നിട്ടുണ്ടാവുക. ഇതിനകത്ത് വിനായകൻ ചെയ്ത കഥാപാത്രത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെന്നിട്ടുണ്ടാവുക. പക്ഷെങ്കിൽ ഇത് കഥ കേട്ട് കഴിഞ്ഞ് മമ്മൂട്ടിക്ക് തോന്നുന്നുണ്ടാവും എന്തിന് ഈ റോളല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ തോന്നിയിട്ട് മമ്മൂക്ക ആ റോള് എടുത്തതാവാനാണ് സാധ്യത കൂടുതൽ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് മാത്രമല്ല, എത്ര ധൈര്യത്തോടെ ഇങ്ങനത്തെ ഒരു പക്കാ ക്രിമിനൽ വില്ലനായിട്ട് മമ്മൂക്ക എങ്ങനെ ധൈര്യത്തോടെ ഇത്രയും പീക്ക് ലെവലിലുള്ള ആൾ എടുത്തെന്നുള്ളത് ഒരിക്കലും എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥാപാത്രമാണ് ഇതിനകത്തുള്ളത്. കാരണം അത്രയ്ക്ക് ഇപ്പം നമ്മൾ പറയുന്നത് മറ്റുള്ള പീക്ക് ലെവലിൽ ഇങ്ങനെ വെട്ടി ചോര തെറിപ്പിക്കുന്നു, മറ്റുള്ള അങ്ങനത്തെ ഒന്നും അല്ല മക്കളെ. ചോര തെറിക്കലൊന്നും അല്ല ഇതിനകത്ത് അതിലും ഭീകരതയാണ് പുള്ളിയുടെ ഓരോ സീനുകളിലും. പുള്ളി ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ ആ ത്രില്ല് ഞാൻ കളയുന്നില്ല സിനിമയുടെ. അപ്പോൾ ഇതിനകത്ത് വിനായകന്റെ റോൾ, പോലീസ് കഥാപാത്രത്തെ, ഈ യൂണിഫോം അധിക സമയം ഇടാത്ത പോലീസ് കഥാപാത്രത്തെയാണ് വിനായകൻ ചെയ്തിരിക്കുന്നത്. വിനായകന്റെ കഥാപാത്രത്തെ വിനായകൻ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം സാധാരണ വിനായകന്റെ പോലീസ് കഥാപാത്രത്തെ ഒരു മസിൽ പിടുത്തം പോലെയൊക്കെ കാണിക്കലും ഇതിനകത്ത് അങ്ങനെയല്ല. ആ കഥാപാത്രത്തിന്റെ എങ്ങനെയാണ് മോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ രീതിയിൽ ഒരു ഇരുത്തം വന്ന രീതിയിലാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. ആ പോലീസ് കഥാപാത്രത്തെ തുടക്കം മുതൽ ഒടുക്കം വരെ ഏത് രീതിയാണോ ആ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊരു മാറ്റം വരുത്താൻ ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാവരും ചെയ്തവരെല്ലാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എല്ലാവർക്കും തന്നെ ചെറിയ ചെറിയ റോളുകളാണ്. കുറേ സ്ത്രീ കഥാപാത്രങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ചെറിയ ചെറിയ റോളാണ്. ഇനി മെയിൻ കഥാപാത്രങ്ങളായിട്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് മമ്മൂട്ടി, വിനായകൻ, രജിഷ, മാളവികയ്ക്കൊക്കെ ചെറിയ റോളാണ്. എന്നാലും പിന്നെ ജിബിൻ ഗോപിനാഥ് നല്ലപോലെ തുടക്കം മുതൽ അവസാനം വരെയുണ്ട്. പിന്നെ ഇതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത് പുതുമുഖ സംവിധായകനാണ്, ജിതിൻ കെ ജോസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങൾ ഈ കഥയുമായിട്ട് എങ്ങനെയാണ് മമ്മൂക്കാനെ അടുത്ത് പോയി അവതരിപ്പിച്ചു, മമ്മൂക്കാനെ എങ്ങനെ ഈ സിനിമയിലോട്ട് എത്തിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളതിന് ഭയങ്കര ഒരു കയ്യടിയുണ്ട്. കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല. പിന്നെ നിർമ്മാണം മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മ്യൂസിക് മുജീബ് മജീദ്. മ്യൂസിക്കിനൊന്നും വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് അതിനകത്ത് അങ്ങനെ മ്യൂസിക് ഒന്നുമില്ല. പിന്നെ പശ്ചാത്തല സംഗീതമൊക്കെ മോശമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്നാലും ഓക്കെ. പിന്നെ സിനിമോട്ടോഗ്രാഫി നല്ല അടിപൊളിയായിട്ട് സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത് ചെയ്തത് നമ്മുടെ ഫൈസൽ അലിയാണ് സിനിമോട്ടോഗ്രാഫി. നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതൊരു മമ്മൂട്ടി സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ വില്ലൻ സിനിമ കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. നായകനല്ല, വില്ലൻ സിനിമ തൂക്കി എന്നൊക്കെ പറഞ്ഞത്. ഇതിനകത്ത് വില്ലൻ സിനിമ തൂക്കി, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല.
അതിനകത്ത് ഓരോ ലെയർ ഉണ്ട്. ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതാണ് എന്ന് വെച്ചാൽ പല പല ആളായിട്ട് ഇപ്പം മാറുന്നുണ്ട്. അപ്പം പല ആൾക്ക് പല രീതിയിലാണ് അദ്ദേഹം ഡബ് ചെയ്തേക്കുന്നത്, ലാംഗ്വേജുകൾ മാറ്റിയിട്ടാണ്. പിന്നെ ഇത് തമിഴ് മലയാളം അതിർത്തി പോലെ ഒരു ഗ്രാമത്തിലാണ്. ഇപ്പം മലയാളവും തമിഴും എല്ലാം കൂടെ ഇടകലർത്തിയിട്ടാണ് ഈ കഥാപാത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പം അതിനകത്ത് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മാത്രമല്ല പല പല ആളായിട്ട് ഇതിനകത്ത് അവതരിക്കുന്നുണ്ട്, അതായത് കാണാം. അപ്പോൾ ആ രീതിയിൽ എല്ലാത്തിനും അദ്ദേഹം ഡബ് ചെയ്തേക്കുന്നതും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അഭിനയിക്കുന്ന രീതി എല്ലാത്തിലും ഒരു അടിപൊളിയായിട്ട് കൊണ്ടുവന്നുണ്ട്. ഈ സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവും ഒന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. എന്നാൽ സംവിധായകൻ പോസിറ്റീവാണ്, വിനായകൻ, പിന്നെ അത് ഏറ്റവും പോസിറ്റീവ് മമ്മൂട്ടിയാണ്. ഒരു സിനിമയെ വലിയ സൂപ്പർ സിനിമയാണ്, ഇതിൽ കൂടുതൽ വലിയൊരു സിനിമ ഇനി വന്നിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല സിനിമ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മമ്മൂട്ടി ഈ കഥാപാത്രത്തെ ചെയ്തു തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളും പോയി സിനിമ കാണുക. മമ്മൂട്ടിനെ ഈ ഇങ്ങനത്തെ വില്ലൻ കഥാപാത്രങ്ങളിൽ കാണുന്ന ആഗ്രഹിക്കുന്നവരൊക്കെ ധൈര്യത്തോടെ പോകാം, അല്ലാത്തവർക്കും ധൈര്യത്തോടെ പോയി സിനിമ കാണാവുന്നതാണ്. നല്ലൊരു സിനിമയായി മാറട്ടെ, നിങ്ങൾക്കും കഴിയട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്താണ്, നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റായി അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ആദ്യമായിട്ടല്ല അല്ലാത്തതാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.